നമുക്ക് ഒരു കാലമുണ്ടായിരുന്നു, ഒരു കോഡ്, ഒരു ലോ വെച്ച് ജീവിച്ചു പോയിരുന്ന ഒരു കാലം. ഓരോ ലീപ്പ് ഓഫ് ഫെയ്ത്തിനും ഒരുപാടധികം അർത്ഥങ്ങളുണ്ടായിരുന്ന ഒരു കാലം. The shadows were not just the place where we hide, but that's where we belonged. പക്ഷെ കാലം കടന്നുപോയി. മുന്നേ നടന്ന പല മഹാരഥന്മാരും ഇന്ന് ചരിത്രം മാത്രമായി. ആൻഡ് പിന്നിട്ട വഴികളിലെങ്ങോ, somewhere along the way, we just lost that feeling. ആൻഡ് ജീവിതത്തിൽ ആദ്യമായി നമ്മളിൽ പലരും we started questioning the creed. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു, did they lost their purpose somewhere എന്ന്. ഇനി യുബിസോഫ്റ്റ് എന്ന ഗെയിമിംഗ് വമ്പന്മാർക്ക്, അസാസിൻസിൻ്റെ, അതെ, ആ നഷ്ടമായ ആത്മാവിനെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ പണ്ട് ഒളിച്ചിരുന്ന, അല്ല, ജീവിച്ചിരുന്ന ആ ഷാഡോസിൽ നിന്നും, ആ നിശബ്ദത തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിൽ നിന്നും then came the shadows. Welcome back to Triple A Gaming, where we don't die, we just respawn. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുബിസോഫ്റ്റ് എന്ന ഗെയിമിംഗ് വമ്പന്മാർക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. മുമ്പ് നമ്മൾ പലവട്ടം കണ്ടു മറന്ന അതേ ആവർത്തനത്തിൻ്റെ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുക, ഓർ ടു ഗോ ബാക്ക് ടു ദ റൂട്ട്സ്. ഷാഡോസിൽ നിന്ന് ഈ എപ്പിക് ഗെയിമിംഗ് ഫ്രാഞ്ചൈസിനെ റീബിൽഡ് ചെയ്യുക. ആൻഡ് അവർ ഏത് ചോയ്സ് തിരഞ്ഞെടുത്തു എന്നതിനുള്ളതിൻ്റെ ഉത്തരമാണ് ഈ ഗെയിം, അസാസിൻസ് ക്രീഡ് ഷാഡോസ്. A game not rushed, a game not recycled, but a game which is reborn. ഇത് നമ്മൾ ഇതിനു മുന്നേ ഇറങ്ങി നമ്മൾ കളിച്ച അസാസിൻസ് ക്രീഡ് പോലെ ആയിരുന്നില്ല. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഒരു പ്രോമിസ് ആയിരുന്നു. That the creed still matters, that storytelling still matters, that players still matters. ഗെയിമിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈസ് ദ വേ ദേ ക്രാഫ്റ്റഡ് ദ എൻവയോൺമെന്റ്. വർഷങ്ങളായിട്ടുള്ള ഫാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിക്വസ്റ്റ് കൂടിയായിരുന്നു ഇത്, ടു സെറ്റ് അപ്പ് എൻ AC ഗെയിം ഇൻ എ ഫ്യൂഡൽ ജപ്പാൻ. ആൻഡ് ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒട്ടും റഷ് ചെയ്യാതെ ആയിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ വെതർ, എൻവയോൺമെൻറ്റ്സ് എല്ലാത്തിലും അതൊക്കെ നന്നായിട്ട് കാണാനുമുണ്ട്. ശരിക്കും ജപ്പാനിലൂടെ വെറുതെ കളിച്ച് കിടക്കുമൊന്നും അല്ല. നമുക്ക് അവിടുത്തെ അന്ധകാലത്തിന് ജീവിച്ച എങ്ങനെ ഉണ്ടാവും ആ സെറ്റപ്പാണ് തോന്നുന്നത്. വി ക്യാൻ ഫീൽ ഇറ്റ്സ് ടെൻഷൻ, ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ഈവൻ ഇറ്റ്സ് സൈലൻസ്. ഓരോ ഫ്രെയിമും ശരിക്കും പറഞ്ഞാൽ മണിരത്നം പടങ്ങളിലെ രവിവർമ്മൻ വച്ച പോലെ ഇരിക്കും. പടം വരച്ച് വെച്ചേക്കണ പോലത്തെ ഭംഗിയാണ് ഓരോന്നിനും. ആംബിയൻ മ്യൂസിക്കിലെ ഓരോ ചെറിയ സൗണ്ട് വരെ പിൽക്കാലത്തെ ഓർമ്മിപ്പിക്കും വിധം തന്നെയാണ്. ഇനി ഗെയിം പ്ലേയിലേക്ക് വരികയാണെങ്കിൽ, ദി മോസ്റ്റ് യുണീക്ക് ആൻഡ് എക്സൈറ്റിംഗ് ഫാക്ടർ ഇസ് ദ ഡുവൽ പ്രൊട്ടഗണിസ്റ്റ്. ആൻഡ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഇസ് ഇതിലെ യാസുക്കെ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു ക്യാരക്ടർ 1500കളിൽ ജീവിച്ചിരുന്ന ഒരു റിയൽ ലൈഫ് സാമുറൈ ആയിരുന്നു എന്നുള്ളതാണ്. ഓഡ നൊബുനാഗ എന്ന ഒരു പഴയ ജപ്പാൻ ലീഡറിന്റെ കീഴിലായിരുന്നു ഇതിലെ യാസുക്കെ എന്ന കഥാപാത്രം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തെയും ഗെയിമിൽ നമുക്ക് ലോർഡ് നബുനാഗ എന്ന പേരിൽ കാണാം. ആൻഡ് ഗെയിമിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിനും അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തന്നെ കരുതാം. ഓഫ് കോഴ്സ് ദ കോംബാറ്റ്, the thing which made us, the players, fell in love with the whole franchise. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് കളിക്കുന്ന അസാസിൻസ് ക്രീഡ് ഗെയിം എന്ന് പറയുന്നത് ബ്രദർഹുഡാണ്. അതെനിക്ക് അത്രത്തോളം ഇഷ്ടമാവാനുള്ള ഒരേ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സ്റ്റണ്ട് തന്നെയായിരുന്നു. അത് സീക്വൻസ് ആയിരുന്നു, ഓരോ കൗണ്ടർ അറ്റാക്സും ചുമ്മാ തീയായിരുന്നു. ആൻഡ് അത് അതേപോലെ തന്നെ ഷാഡോസിലുണ്ട്. സ്റ്റണ്ട്സ് ആർ ടോപ്പ് ടോപ്പ് ടോപ്പ്. അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ഷെഡ്, ബ്രോ, സീൻ സാധനം. ആൻഡ് ഇതിലെ ഡുവൽ പ്രോട്ടഗണിസ്റ്റിലെ രണ്ടാമത്തെ ആള് ഷിനോബി. ഇഫ് യാസുക്കെ റെപ്രസെന്റഡ് സ്ട്രെങ്ത്, ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് പവർ, ഷിനോബി കൈൻഡ് ഓഫ് റെപ്രസെന്റ്സ് സ്റ്റെൽത്ത്, അജിലിറ്റി ആൻഡ് പാർക്കോർ. നമ്മുടെ ഹോബ്സ് ആൻഡ് ഷോയിലെ ഹോബിനെയും ഷോയിനെയും പോലെ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാസുക്കെ wields a very heavy armor, uses a katana and obviously brute strength. And
നാണയത്തിൻ്റെ മറ്റൊരു വശം എന്നതുപോലെ ഷിനോബി ആണെങ്കിൽ സൈലന്റ് കിൽസ്, ഡാഗർ, സ്റ്റെൽത്ത് ആൻഡ് സ്പീഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹോപ്സും ഷോവും തന്നെ. ആൻഡ് ദി മോസ്റ്റ് വിഷയം ഫാക്ടർ ഗ്രാഫിക്സ്. എൻ്റെ മോനെ ഔട്ട് ഓഫ് ദ ലീഗാണ്. ശരിക്കും യുബിസോഫ്റ്റ് ഗ്രാഫിക്സിൽ ഒരു പുതിയ കാൽവയ്പ് തന്നെ നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻവിൽ എഞ്ചിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെതർ സിമുലേഷൻസ്, ലൈറ്റിംഗ്, റിയൽ ടൈം വേൾഡ് ചേഞ്ചിങ് എല്ലാം ഒരു രക്ഷയില്ല. പൊപ്പൊളി റിയലിസം അറ്റ് ഇറ്റ്സ് പീക്കാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ ആ റാന്തൽ കത്തുന്നത്, മരങ്ങൾക്കിടയിലൂടെയുള്ള ആ സന്തോഷ് ശിവന്റെ ലൈറ്റിംഗ് എഫക്റ്റ്, മഴ മേൽക്കൂരയിൽ പെയ്യണത്, ഇതെല്ലാം ആക്ച്വലി ഗെയിമിൽ നമുക്ക് അതുപോലെ കാണാം. പിന്നെ ഉള്ളത് ഇസ് എൻ ഇംപ്രൂവ്ഡ് AI. NPCകൾ ശബ്ദത്തിനോടും ലൈറ്റിനോടും ഒക്കെ റിയാക്ട് ചെയ്യുന്ന രീതി ഉൾപ്പെടെ ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ആണ്. ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ അവരുടെ പാട്രോളിന്റെ രീതി തന്നെ മാറും. ഇവിടെ ആക്ച്വലി സ്റ്റെൽത്ത് കളിക്കാൻ ഭയങ്കര രസമായിരിക്കും. ബിക്കോസ് പ്ലെയറുടെ പ്രസൻസ് അവർക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയുണ്ട്. ആൻഡ് നമ്മുടെ ആർമറിൽ ബ്ലേഡ് കൊള്ളുമ്പോൾ ആ ക്ലിങ് 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 ഉൾപ്പെടെ ഇതിൽ അതേപോലെ ഉണ്ട്. അത്ര മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണ് ഇവന്മാർ ഗെയിമിന് കൊടുത്തേക്കുന്നത്. ഒന്നും പറയാനില്ല. ആൻഡ് വീഡിയോയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. GTA 6 ലൂസിയയ്ക്കും ജെയ്സണും ഉള്ളത് ഒരു വലിയ ഭാരമാണ്. അവരെക്കാൾ മുന്നേ അവരുടെ പാത നടന്നു പോയ അവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരുണ്ടാക്കിയിട്ട സാമ്രാജ്യം കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചുമതല എന്ന പോലെയൊക്കെ. എന്നാൽ ഇവിടെ യാസുക്കയ്ക്കും ഷിനോബിക്കും ഉണ്ടായിരുന്നത് ഒരു സാമ്രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നൊരു ചുമതല മാത്രമായിരുന്നില്ല. ദ ഗ്രേറ്റ് അൾട്ടയറും ഇസിയോയും ഷായ് കോർമാക്കും കെൻവേയും ഒക്കെ കെട്ടിപ്പടുത്ത സാമ്രാജ്യം എന്നേ നശിച്ചിരുന്നു. ആ സാമ്രാജ്യത്തിനെ വീണ്ടും തൻ്റെ പ്രതാപകാലത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഭീമൻ ചുമതലയായിരുന്നു ഇവർക്കുള്ളത്. ആൻഡ് അഭിമാനത്തോടു കൂടി, അതിലേറെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയാൻ പറ്റും. They did it. And this is what we waited for. AC Shadows മറ്റൊരു AC ഫ്രാഞ്ചൈസിൻ്റെ ഫ്ലോപ്പ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്ലോപ്പായ ഒരു ടൈറ്റിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒന്നായിരുന്നില്ല. But it was a return to something deeper. Assassin's Creed Shadows is more than a comeback. It's a resurrection. തങ്ങളോടൊപ്പം നിന്ന തങ്ങളുടെ ഫാൻസിൻ്റെ വിശ്വാസമായിരുന്നു. ആൻഡ് മോശം സമയത്ത് തങ്ങളെ തള്ളിപ്പറഞ്ഞ ഫാൻസ് കമ്മ്യൂണിറ്റിയുടെ നെറ്റിയിലടിച്ച ആണിയായിരുന്നു ഇത്. And guys, for the first time in years, the Creed feels like home again. And from the shadows, we rise. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കൂ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ഇവിടെ തന്നെ കാണും. ബിക്കോസ് നമ്മൾ ചാവില്ലല്ലോ. We just live in the shadow.